എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ഓർക്കുണ്ടാവും. തമ്പനയിൽ എന്താണ് ഇങ്ങനെ വീട് മാറുന്നതെന്ന് ഓർക്കുണ്ടാവും. ഇതിപ്പോ സമയം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്, സന്ധ്യ ആയിട്ടുണ്ട്. വണ്ടികൾ പോകുന്ന ഒച്ചയൊക്കെ കേൾക്കാട്ടോ. ചിലപ്പോൾ ഇച്ചിരി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മള് എന്താണ് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കണം എന്ന് തോന്നി. എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഈ വീടല്ല വേറൊരു വീട് കാണുമ്പോൾ നിങ്ങൾ ഓർക്കൂല, എന്ത് ഒന്നും ഇത്ര നാളായിട്ടും ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിപ്പിനെ വാച്ച് ചെയ്തിട്ട് ചിപ്പി ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കൂലേ. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ നമ്മള് വീട് മാറുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോ പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീട് മാറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമല്ല. നമ്മളൊരു ഏകദേശം ഒരു 1.5 മാസത്തേക്കാണ് നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും മനുവേട്ടനും 2 മക്കളാണ്, അന്നമോളും ജോക്കുട്ടനും. അപ്പൊ അന്നമോൾക്ക് ഇപ്പൊ 11 വയസ്സായിട്ടുണ്ട്. അവൾക്ക് ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് നടത്തണം. ഞങ്ങൾ ക്രിസ്ത്യൻസിന്റെ വിശ്വാസം അനുസരിച്ച് ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് നമ്മൾ നടത്തണം. വണ്ടിയൊക്കെ പോകുന്നതിന്റെ ഒച്ച ശരിക്കും കേൾക്കൂട്ടോ. അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മള് അത് നടത്തുന്നത് നമ്മുടെ ഇടവക പള്ളിയിലാണ്. അപ്പൊ നമ്മുടെ ഇടവക കൊച്ചിയിലാണ്, സാന്തോമാണ് നമ്മുടെ ഇടവക. അപ്പൊ ഇടവക പള്ളിയിൽ വെച്ചാണ് നടത്തുന്നതും അതിന് 1 മാസത്തെ ക്ലാസ് ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ 1.5 മാസം വരെ ക്ലാസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ 1 മാസം വരെ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ക്ലാസ് എടുക്കുന്നത് അധ്യാപകരാണ്. അപ്പൊ ഏട്ടനും ക്ലാസ് എടുക്കുന്നുണ്ട്, അന്നമോൾക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണം. രാവിലെ 6 മണിക്കാണ് ക്ലാസ്. ഇന്നും രാവിലെ ഇവിടുന്ന് പോയി വരിക എന്നുള്ളത് പോസിബിൾ അല്ല. നമ്മൾ വെക്കേഷൻ എപ്പോഴും വീട്ടിൽ പോയി കൊച്ചിയിൽ പോയി നിൽക്കല് പതിവാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഇതിപ്പോ ഒന്നാലും നമ്മൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരും, അങ്ങനെയാണ്. 10 ദിവസം നിൽക്കും, 5 ദിവസം നിൽക്കും, അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ വന്നും പോയാണ് നിൽക്കണം. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ വന്നും പോയി നിൽക്കലും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക് മാറുകയാണ്. വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ വേറെ വീടെടുത്ത് മാറുക എന്നല്ല, നമ്മുടെ കൊച്ചു വീടിന്റെ മേളിൽ തന്നെ നമുക്കായിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അത് റെന്റിന് കൊടുത്തിരിക്കുകയായിരുന്നു ഇത്രയും നാളും. അപ്പൊ നമ്മള് അവിടേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ ഇവിടുന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മേശ സെറ്റി TV ഒക്കെ നമ്മൾ കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ സിറ്റുവേഷൻ എന്നതുപോലെ നമ്മൾ ചെയ്യും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വീട് മാറുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി നിങ്ങൾ അടുത്ത വ്ളോഗിൽ കാണുന്നത്, ചിലപ്പോ നല്ല തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് ഈ വീടായിരിക്കില്ല, കൊച്ചിയിലെ നമ്മുടെ മുകളിലത്തെ പോർഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇനി ഒരു 1.5 മാസം, അതായത് അന്നമോളുടെ കുർബാന കൈക്കൊള്ളപ്പാട് കഴിയുന്നവരേക്കും നമ്മൾ അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരും. നമുക്ക് ട്യൂഷനും കാര്യങ്ങളും ഉണ്ട്. മെയ് പകുതി ആകുമ്പോൾ തന്നെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമല്ലോ, വരും. അപ്പൊ ഇതാ പെട്ടെന്ന് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കില്ലേ, ഈ ചിപ്പി എന്തോ ഒന്നും പറയാണ്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പോയെന്ന്. അപ്പൊ പോയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നും വീഡിയോ ഇട്ട് വരും കേട്ടോ, അത് വേറെ കാര്യം. വീഡിയോ ഇട്ട് ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ കിച്ചന്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി പേര് നല്ലതാണ്, എത്രയായി എമൗണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കമന്റ് ബോക്സിൽ അതിനുള്ള മറുപടിയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ കിച്ചന്റെ വലുപ്പമായിരിക്കില്ല നിങ്ങൾക്ക്, ചിലപ്പോൾ അതിലും വലുതായിരിക്കാം. അപ്പൊ എമൗണ്ട് അതനുസരിച്ച് മാറും. അപ്പൊ ഞാൻ ആളുടെ കോൺടാക്ട് നമ്പറും നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തരും. പറയുന്ന സമയത്തിനുള്ളിൽ നീറ്റായിട്ട് ചെയ്തു തരും. ഒരു ഇതും പേടിക്കണ്ട. അപ്പൊ ധൈര്യമായിട്ട് കിച്ചൺ കബോർഡ് വർക്കോ അതേപോലെ സീലിങ്ങിന്റെ വർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. കുറെ കുറവുകൾ ഉണ്ടാകാം, പക്ഷെ എനിക്കത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട് മാറ്റത്തിന്റെ കാരണം ഇതാണ്. നമുക്ക് വിഷമമൊന്നുമില്ല, അതും നമ്മുടെ വീട് തന്നെയാണ്. അപ്പൊ നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മളെന്നും പയറ്റി തെളിഞ്ഞത് ഈ വീടിന്റെ അകത്താണല്ലോ. അപ്പൊ വിട്ടു നിൽക്കുമ്പോഴുള്ള ഒരു ഇതുണ്ട്. 1.5 മാസം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരും. നമുക്ക് എന്തിനേക്കാളും വലുത് നമ്മുടെ മക്കളുടെ കാര്യമാണല്ലോ. അപ്പൊ അന്നമോളുടെ ആ ഒരു ചടങ്ങ് നല്ല ഭംഗിയായിട്ട് നടത്തണം എന്നുണ്ട്. അവൾ ആ ഒരു ദൈവത്തിന്റെ പാതയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനകളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ വീട് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി താമസിക്കാനുള്ള കാരണം. അപ്പോൾ ഇന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോയാണിത്, വലിയ ലെങ്ത് ഒന്നും ഇല്ല. അപ്പൊ എനിക്കിത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. അപ്പൊ അതാണ് കാര്യം. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ അടുത്ത വ്ലോഗ് ഇനി കൊച്ചി വീട്ടിലായിരിക്കും കേട്ടോ, കൊച്ചിയിലെ നമ്മുടെ വീട്ടിലായിരിക്കും. അപ്പൊ നമുക്ക് അന്ന് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.
ബൈ.